നമ്മൾ ഈ കാണുന്ന കൗതുക വസ്തുക്കളോ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ കൊണ്ടുവന്ന് തന്ന മൊബൈലുകളോ നമ്മളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ സ്ഥാപിച്ച സ്ക്രീനുകളിൽ തെളിഞ്ഞു വരുന്ന ഡിസ്പ്ലേകളെക്കാളോ നമ്മളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നതും തോന്നേണ്ടതും വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയല്ലേ നമ്മളുടെ വിശ്വാസം? എങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമ്മളുടെ നാഥനോടാണ്, നമ്മളുടെ സൃഷ്ടാവിനോടാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുവാനും നന്ദി കാണിക്കുവാനും, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുവാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുവാനും അതിന് കാരണങ്ങളുണ്ട്. വെറുതെ കാണിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്, അന്ധവിശ്വാസത്തിൻ്റെതല്ല. കണ്ണ് തുറന്നു വെച്ച്, കാത് തുറന്നു വെച്ച്, ഹൃദയം കൊണ്ട് ചിന്തിച്ച് നിങ്ങൾ സൃഷ്ടാവിനെ അറിയണം എന്നാണ്. നിങ്ങൾ ഒട്ടകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തിവെച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് അവിടെ സുരക്ഷിതമായി നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ താമസിക്കുന്ന ഭൂമിയെ നിങ്ങൾക്കുതകുന്ന വിധത്തിൽ പാകപ്പെടുത്തി വിശാലമാക്കി തന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നത്. മനുഷ്യൻ അള്ളാഹു ചെയ്തു തന്ന ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നോർത്തു നോക്കുക. ഞാനിവിടെ ഇല്ലായിരുന്നു, ഈ പ്രപഞ്ചത്തിൽ ഈ ഇരിക്കുന്ന നിങ്ങളും ഇല്ലായിരുന്നു. 20 വയസ്സ് പ്രായം ചെന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥിനി 21 കൊല്ലം മുമ്പ് അഡ്രസ്സില്ല, നമുക്കാരും കത്തയച്ചില്ല, നമ്മളെ ആരും ഫോണിൽ വിളിച്ചില്ല, നമ്മളെ ആരും തെരഞ്ഞില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് പോലീസിൽ പെറ്റീഷൻ കൊടുത്തില്ല. കാരണം നമ്മളിവിടെ ഇല്ലായിരുന്നു. ഖുർആൻ നമ്മളോടത് പറഞ്ഞു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅം മദ്കുറ. പറയപ്പെടാത്ത, ആരാലും പറയപ്പെടാത്ത, പരിഗണിക്കപ്പെടാത്ത ഒരു പ്രത്യേകമായ റൂം അനുവദിക്കപ്പെടുകയോ, ഒരു പോസ്റ്റ് അനുവദിക്കപ്പെടുകയോ, ഒരു സീറ്റ് അനുവദിക്കപ്പെടുകയോ, കേവലം ഭൂമുഖത്ത് ഒരു 2 സെന്റിമീറ്റർ സ്ഥലമെങ്കിലും അനുവദിക്കപ്പെടുകയോ ചെയ്യാവുന്ന വിധത്തിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു. ആ സൃഷ്ടാവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. എന്നെയും നിങ്ങളെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമല്ലാത്ത നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എഴുതി വാങ്ങിയിട്ടല്ല നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ തോന്നലാണ്, അവൻ്റെ കാരുണ്യമാണ്, അവൻ്റെ ഔദാര്യമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഈ ജീവിതത്തിൽ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, എനിക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആ സൃഷ്ടാവിനെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞാൻ ആലോചിക്കണം. ശരീരത്തിലെ നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടുകൊണ്ട് തെറിച്ചു വീഴുന്ന ദ്രാവകത്തുള്ളിയിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 2-3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, പരമ്പരകൾ കഴിഞ്ഞ്, അച്ഛൻ്റെയോ അമ്മയുടെയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ മുഖമില്ലാത്ത ഒരു കുഞ്ഞു വീട്ടിൽ പറക്കുമ്പോൾ അന്വേഷിക്കുകയാണ് ഈ മുഖം. നാട്ടുകാർക്കാർക്കെങ്കിലും പരിചയമുണ്ടോ? കൂട്ടത്തിലൊരാൾ പറയുന്നു, ഇവൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഇതേ മുഖമായിരുന്നുവെന്ന്. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ അടിഭാഗത്തുള്ള അറ്റത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇന്ദ്രിയത്തുള്ളിയുടെ അതിലെ 1000 അംശങ്ങൾക്കിടയിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിൽ കഴിഞ്ഞുപോയ കുടുംബത്തിലൊരു കാരണവരുടെ മുഖമടക്കം ഉൾക്കൊള്ളുന്ന ജീനിനെ സംവിധാനിച്ച സൃഷ്ടാവേ, നിനക്കാകുന്നു സർവസ്തുതിയും. ഖുർആൻ അത് നമ്മളോട് പറഞ്ഞു.
ഖുതലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യ അവനൊക്കെ മരിച്ചുപോയി കൂടെ, എന്താണ് അവന്റെ തലച്ചോറിന് പറ്റിയത്? മാ അക്ഫറ, എന്തുകൊണ്ടാണ് അവൻ നിഷേധിച്ച് തള്ളുന്നത് സിട്ടാവിനെ? നമ്മൾ നിഷേധിച്ചു തള്ളുന്നു എന്നല്ല. ആധുനികതയിൽ സിട്ടാവിനെ മറക്കുമ്പോഴാണ് ബുദ്ധിജീവിയാകുന്നത്. ബുദ്ധിജീവിയാണെന്നതിൻ്റെ അടയാളം അലക്ഷ്യമായി ആടിക്കളിക്കുന്ന ഒരു തോൾ സഞ്ചി തോളിൽ തൂക്കുമ്പോഴാണ്. ലക്ഷ്യമാണ് സിട്ടാവിലേക്ക് എത്തിക്കുന്നത്, ബുദ്ധിയാണ് സിട്ടാവിലേക്ക് എത്തിക്കുന്നത്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر. നോക്കൂ നിങ്ങൾ, ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, മനുഷ്യ നീ നിന്റെ തലച്ചോറ് ഉപയോഗിക്കുന്നുവെങ്കിൽ അവൻ കൊല്ലപ്പെടുക തന്നെയാണ് നല്ലത്. നീ ഏതിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നീ ചിന്തിക്കുന്നില്ലേ? ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നായിരുന്നു നിന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് നിന്റേത് കണക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മളുടെ ജീവിതം സിട്ടാവ് കണക്കാക്കി. ഈ ഇരിക്കുന്ന നിങ്ങളും ഈ നിൽക്കുന്ന ഞാനും ഈ ലോകം വിട്ടുപോകേണ്ടവരാണ്. നമ്മളോട് വിട്ടുപോകണം എന്ന് പറയുകയല്ല ചെയ്തത്, നിങ്ങൾ ജീവിച്ചുകൊള്ളുക. എവിടെ വെച്ചാണോ നിങ്ങളുടെ അവധി എത്തുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളെ പിൻവലിക്കുക എന്ന് റബ്ബ് നമ്മളുടെ മേൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ നമുക്ക് ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് നമുക്കുള്ള വഴികളെ അവൻ എളുപ്പമാക്കി തന്നു. ഒരു മനുഷ്യന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ 9 മാസമെടുക്കും. ഒരാട്ടിൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ 2 മണിക്കൂർ മതി. ഓർക്കുക, തീയിൽ മുളച്ചത് വെയിലത്ത് വാടാതിരിക്കാൻ ആട്ടിൻകുട്ടിക്ക് പഠനത്തിൻ്റെ ടെൻഷനുകളില്ല, ആട്ടിൻകുട്ടിക്ക് പരീക്ഷകളില്ല, ആട്ടിൻകുട്ടിക്ക് വീടുകളിൽ നിന്ന് അകന്നു ഹോസ്റ്റലുകളിൽ പോയി താമസിക്കേണ്ടതില്ല. മനുഷ്യന് ആ സാഹചര്യങ്ങളെയൊക്കെ അവൻ മറികടന്നു പോകേണ്ടവനുണ്ട്. അവൻ ചന്ദ്രനിലേക്ക് യാത്ര പോകേണ്ടവനാണ്, അവിടെ നിന്ന് വ്യാഴത്തിലേക്ക് വിരുന്നു പോകേണ്ടവനാണ്. പലപ്പോഴും അവൻ ഒറ്റപ്പെട്ടേക്കും. കൂട്ടിനായി ഉണ്ടാവുക അവന്റെ ഹൃദയത്തിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും അള്ളാഹു നൽകുന്ന മനക്കരുത്തുമാണ്. അതുകൊണ്ടവൻ കരുത്തോടുകൂടി വളരേണ്ടതുണ്ട്. കഷ്ടപ്പാടുകൾക്ക് മേൽ കഷ്ടപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമുഖത്ത് അള്ളാഹു എന്നെയും നിങ്ങളെയും വളർത്തി എടുത്തു. എൻ്റെ കാർ ഏതാ, എൻ്റെ കാറ് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് മാരുതി എന്നോ സുസുക്കി എന്നോ ഇന്നോവ എന്നോ പറയുന്നു. നിർമ്മാണത്തിൻ്റെ ആ ഫാക്ടറിയെ മറന്നുകൊണ്ട് നമുക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് വാങ്ങിയ കാറിൻ്റെ കാര്യത്തിൽ പോലും നമ്മളുടെ ഉപ്പയോ നമ്മളുടെ അച്ഛനോ അത് മറന്നു പറയാറില്ല. നിന്റെ സിട്ടാവ് ആരാണെന്നത് മറന്നുകൊണ്ട് ഒരു സെക്കൻഡുകൾ നമുക്ക് ഓരോ ദിവസങ്ങൾ ഓരോ മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴും അവൻ്റെ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മരം വെട്ടുകാരൻ മരം വെട്ടുമ്പോൾ അവസാനത്തെ വെട്ടുമ്പോഴും ആ മരം അയാൾക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട സഹോദരി, മറക്കുമ്പോഴും ഓർക്കുമ്പോഴും അവൻ നമുക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അള്ളാഹുവിനോട് ഞാൻ നന്ദി കാണിക്കേണ്ടത്? ഞാൻ ഇവിടെ വരുമ്പോൾ അള്ളാഹു എന്നെ ചാക്കിൽ കെട്ടി ആകാശത്ത് നിന്ന് ഏതോ ഒരു തെരുവോരങ്ങളിലെ ഒരു സന്തതിയായി എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ജനിച്ചു വരുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് ഉമ്മയുണ്ട്, നിങ്ങൾക്കുമുണ്ട് അല്ലേ? നമ്മൾ ജനിച്ചു വന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളുടെ ഉപ്പ നിൽക്കുന്നുണ്ട്. നമ്മളുടെ വല്യച്ഛനുണ്ട്, നമ്മുടെ വല്യുപ്പയുണ്ട്, വല്യപ്പനുണ്ട്, ഇളയമ്മയുണ്ട്, മൂത്താപ്പയുണ്ട്. ഒരു വലിയ കുടുംബത്തിൻ്റെ കെട്ടുറപ്പുള്ള മതിൽക്കെട്ടുകൾക്കിടയിലേക്ക് ഒരു വിശുദ്ധമായ എന്തോ ഭൂമുഖത്ത് നൽകപ്പെട്ടതുപോലെ സുരക്ഷിതനായിക്കൊണ്ടാണ് സിട്ടാവ് നമ്മളെ ഇറക്കിയിട്ടുള്ളത്. ക്ലോണിങ്ങിൻ്റെ പേരിൽ ഏതെങ്കിലും 10,000-കണക്കിന് സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ട് ഏതെങ്കിലും പാടത്ത് കൃഷിയിടത്തിലേക്ക് ഇറക്കിവിട്ട ചീവീടുകളെ പോലെ ഈ ഭൂമുഖത്തേക്ക് ഇറക്കി വിട്ടേക്കുകയല്ല. കുടുംബങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്ക് നടുവിൽ, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ, സ്നേഹത്തിൻ്റെ നടുവിൽ, ചെറുപ്പകാലത്ത് കുടുംബത്തിലുള്ളവരുടെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് പല്ലുപോയവരായിരുന്നു പലപ്പോഴും ഞാനും നിങ്ങളും. ആ കാരുണ്യത്തിൻ്റെ ബന്ധം, ആ സ്നേഹത്തിൻ്റെ ബന്ധം എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനാഥത്വത്തിനിടയിൽ സനാഥത്വം നൽകിയ അള്ളാഹുവിനെ ഞാനും നിങ്ങളും മറക്കാതിരിക്കുക. ഞാൻ ഇവിടെ വന്നപ്പോൾ, ഈ ലോകത്തേക്ക് ഞാനും നിങ്ങളും ജനിച്ചു വീണപ്പോൾ നമ്മളുടെ കണ്ണ് വാടകയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല, കണ്ണിന് വാടക കൊടുക്കേണ്ടി വന്നിട്ടില്ല.
കണ്ണിന് വില കൊടുക്കേണ്ടി വന്നിട്ടില്ല.